ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിന്ന്. അതിനായി നമുക്ക് വേണ്ടത് 2 പഴമാണ് കേട്ടോ. ഇത് നേന്ത്രപ്പഴമാണ്. 2 ചെറിയ എണ്ണം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മധുരത്തിനായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കുറച്ച് ഒഴിച്ചാൽ മതിയാവും. ഒരു 1/4 കപ്പോളം ഒഴിച്ചാൽ മതിയാവും. അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിനി വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഏകദേശം 1 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പഴം അരച്ചതിൻ്റെ ജലാംശത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്കിപ്പം അരിപ്പൊടി കൂടുതലോ കുറവോ ആണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ഒരു കപ്പ് നിറച്ചിട്ടിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കയ്യിലൊട്ടിപ്പിടിക്കുന്ന രീതിയിൽ ലൂസാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഇത്തിരി ലൂസാണ്, അപ്പം ഞാൻ ബാക്കിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കറക്റ്റ് 1 കപ്പാണ് അരിപ്പൊടിയുടെ ആവശ്യം വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ പഴം അരച്ചപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ചേർത്തത്. അപ്പം മധുരം കറക്റ്റായിരുന്നു. ഇതിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നെയ്യും കൂടി ചേർത്ത് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടിയൊന്നും പിടിക്കാത്ത നല്ലൊരു മാവ് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. നമുക്കിത് ഈസി ആയിട്ട് ഷേപ്സ് ആക്കി എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ? ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നീളത്തിൽ നമ്മൾ പിടിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ എങ്ങനെ വേണേലും നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും ആക്കിയെടുക്കാം. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിപ്പം ബോൾസാണ് ആക്കിയെടുക്കുന്നത്. ഈ വലുപ്പത്തിലുള്ള ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ മുഴുവൻ എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. ഇത്രത്തോളം ബോൾസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തപ്പം തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? വെന്ത് വരുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെയും കഴിക്കാൻ നല്ല രുചിയാണ്. നല്ല ചൂടാണ്, അല്ല ഞാനിപ്പോൾ ഇത് തുറന്ന് കാണിച്ചേനെ. ഈ സമയം കൊണ്ട് ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. പീനട്ട്സ് ചേർക്കാം, കശുവണ്ടി, മുന്തിരി, ബദാം, പിസ്ത, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള നട്ട്സിൻ്റെ ലഭ്യത അനുസരിച്ച് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എള്ള് ചേർക്കാം കേട്ടോ. ഞാനിതിലേക്ക് എള്ള് ചേർക്കുന്നില്ല, കാരണം എൻ്റെ മക്കൾ എള്ളുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ പെറുക്കി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എള്ള് ചേർക്കുന്നില്ല. എള്ള് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ നട്ട്സും കിസ്മിസും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൊട്ട് 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണോട് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. അത് ആ മധുരത്തിന് ഒന്ന് കറക്റ്റായിട്ട് വരണമെങ്കിൽ കുറച്ചുകൂടെ ഒരു മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാകും. കാരണം നമ്മൾ ആ പഴം അരച്ചപ്പോൾ ഒരു 1/4 കപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ശർക്കരപ്പാനി, 1/4 കപ്പ് തൊട്ട് മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 കപ്പ് വരെ ചേർക്കാം. അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ മണമൊക്കെയുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നമ്മുടെ അടയൊക്കെ കഴിക്കില്ലേ നമ്മൾ, അട, കിണ്ണത്തപ്പമൊക്കെ അതുപോലത്തേക്കുള്ള മണവും ടേസ്റ്റും ഒക്കെയുള്ള നല്ലൊരു പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ഒരു സർപ്രൈസിങ് ആയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ആരോഗ്യത്തിന് നല്ലതാണ്, അതുപോലെ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഈ ബോൾസ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് കിടന്ന് ഒന്ന് സോക്കാവട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, ഞാനതൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ, നന്നായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല, അതും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കാപ്പൊടിയോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ചൂടോടുകൂടിയോ തണുത്തോ സെർവ് ചെയ്യാം. അപ്പം നല്ല രുചിയുള്ള എളുപ്പത്തിലുള്ളൊരു പലഹാരമാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു ക്യൂട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും.
ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം. അതുപോലെ ആ വീഡിയോസും കൂടെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പം നാളെ കാണാം.